സ്റ്റാർ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുട്ടുപൊടി കൊണ്ട് തയ്യാറാക്കിയ ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായി 1/2 കപ്പ് ഉഴുന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നല്ലവണ്ണം കഴുകി വാരിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ലേശം ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒരു 3-4 മണിക്കൂർ കുതിരാൻ വേണ്ടി വയ്ക്കാം. ഞാനിവിടെ അജ്മയുടെ ഒരു പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പ് പുട്ടുപൊടിക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മൾ നേരത്തെ വെച്ചിരുന്ന ഉഴുന്നും ഉലുവയും നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നല്ലവണ്ണം അരച്ചെടുത്തുകൊണ്ട് വരാം. നല്ലവണ്ണം അരച്ച് എടുത്തിട്ടുണ്ട്. ഇത് പുട്ടുപൊടിയിലേക്ക് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഈസ്റ്റ്, ഉപ്പുപൊടി എല്ലാം ചേർത്ത് നല്ലവണ്ണം കലക്കി വെക്കാം. ഒരു നൈറ്റ് ഫുള്ള് നമുക്ക് ഇത് കുളിക്കാൻ വേണ്ടി വെക്കാവുന്നതാണ്. രാവിലെ ആകുമ്പോഴേക്കും ഇതുപോലെ നല്ലവണ്ണം മാവ് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഇഡ്ഡലിയുടെ തട്ട് എടുത്തതിന് ശേഷം അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുത്ത് സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കാവുന്നതാണ്. സാമ്പാറിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റും രുചികരവുമായ ഇഡ്ഡലിയാണിത്. അപ്പോൾ എല്ലാവരും പുട്ടുപൊടി കൊണ്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കി നോക്കണേ. സ്റ്റാർ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.